ഷവോമിയുടെ Mi11 അൾട്ര എന്നൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ലോഞ്ചിന് മുമ്പായിട്ട് തന്നെ ഈ ഫോണിൻ്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ യൂട്യൂബിൽ ഒരു ചാനലിൽ എത്തിയിട്ടുണ്ട്. ടെക് ബഫ് PH എന്ന ചാനലിലാണ് ഈ ഒരു ഫോണിൻ്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പം യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ വരുന്നത് M2012K1G എന്ന മോഡൽ നമ്പറിലാണ്. ഈ ഒരു മോഡൽ നമ്പറിൽ വരുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റാർ എന്ന കോഡ് നെയിമിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏകദേശം ഫുള്ളായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6.81 ഇഞ്ചിൻ്റെ wqhd+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഫോണിൻ്റെ കണ്ടൻസിനനുസരിച്ചിട്ട് റിഫ്രഷ് റേറ്റ് മാറുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Mi11 എന്ന ഫോണിൽ ഇതുപോലുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ വളരെ വലിയൊരു ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പോക്കോ M3 എന്ന ഫോണിലും ഇതുപോലെ വലിയൊരു ക്യാമറ മോഡ്യൂൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഫോണിലെ ക്യാമറ മോഡ്യൂൾ വലുതാവാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ബാക്കിലുള്ള ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ബാക്കിലെ ഡിസ്പ്ലേയിൽ പല ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ ആപ്പുകൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം വളരെ ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ വരുന്ന സെക്കൻഡറി ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ട് ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് ചിലപ്പം വീഡിയോ കോൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ LPDDR5 റാം വരുന്നതായിരിക്കും. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 12.5 സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. അതിൽ മെയിൻ സെൻസർ 50 മെഗാപിക്സലുമായിട്ടായിരിക്കും വരിക. പിന്നെ 48 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 48 മെഗാപിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 120x സൂം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഫോണിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് വരുന്നുണ്ട്, വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും. ഇതിൽ വൈറ്റിൻ്റെ ബാക്കിൽ അൾട്രാ പിക്സൽ AI ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വേരിയൻറ്റിൻ്റെ ബാക്കിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. 12-120mm എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യാസം വരാനുള്ള ഒരു കാരണം ചിലപ്പം രണ്ടും പ്രോട്ടോടൈപ്പ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രോട്ടോടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. 67 വാട്ടിൻ്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ സ്പെസിഫിക്കേഷൻ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ Mi11 എന്ന ഫോണിൽ വളരെ നല്ല സ്പെസിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പം Mi11 കുറച്ച് ചെറുതായ പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയായിരിക്കും Mi11 അൾട്ര എന്ന ഫോൺ. പിന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വിലയുടെ കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വില കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.